എടാ ഇന്ന് മലയെക്കോട്ട് വാലിബ കാണാൻ പോവാം. ഞാൻ ഇന്നലെ പോയി സിനിമ കണ്ടാ. ഇന്റർവെൽ ആയത് പറഞ്ഞില്ല, സിനിമ തീർന്നത് പറഞ്ഞില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു അളിയ പടം. അതുകൊണ്ടല്ലളിയ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോടെ. പിന്നെ അടുത്ത ഷോയുടെ ആൾക്കാർ കയറിയപ്പോഴേ എന്നെ തട്ടി ഉണർത്തി വിട്ടത്. എങ്കിൽ പിന്നെ പോയി അനിമൽ കാണാടെ. അത് നല്ല കാര്യം കേട്ടോ. ആ പൈസക്ക് മൃഗശാലയിൽ പോയി വല്ല അനിമലിനെ കാണുന്നതാണ് നല്ലത്. മൃഗശാലയിൽ പോയി അനിമൽ കാണുന്ന കാര്യമല്ല, ഹിന്ദി സിനിമ അനിമൽ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. ആ സിനിമ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നടാ. സിനിമ തുടങ്ങിയ അവസാനം വരെയും ഫുൾ അച്ചപ്പ പാസം. അച്ചപ്പ സ്നേഹവും അതിൽ നായകൻ എന്തോടെ ആദ്യം മുതൽ അവസാനം വരെ അച്ചപ്പത്തിനോട് ഭയങ്കര കൊതിയാണ്. എടാ അപ്പച്ചൻ പാസം അച്ഛനോടുള്ള സ്നേഹവും കെയറിങ്ങും അതിൽ ഓവറാക്കി വെച്ചിട്ടുണ്ട്. വെറും ഭയങ്കരമായിട്ട് ഓവറാടേ. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, കുറ്റവും കുറവില്ലാത്ത സിനിമ നീ തന്നെ അങ്ങ് എടുക്ക്. എന്നിട്ട് 365 ദിവസവും തിയേറ്ററിൽ പോയി നീ സിനിമ കണ്ടങ്ങ് വിജയിപ്പിക്കും. ഞാൻ അനിമൽ കാണാൻ പോവാണ്. എങ്കിൽ പിന്നെ ഞാനും കൂടെ ഒരാളെയാ. നീയല്ലേ പറഞ്ഞ സിനിമ ഓവർ പാസം കൊണ്ട് മെഴുകി വെച്ചിരിക്കുകയാണെന്ന്. നീ ഒരു വട്ടം കണ്ടതും കൂടെ അല്ലേ? 2 വട്ടമൊക്കെ കാണാനുള്ളത് ഉണ്ടേ. പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് അടിച്ചിറക്കിയെന്നേ ഉള്ളൂ. നീയും കണക്കാ, ചില യൂട്യൂബ് തെണ്ടികളും കണക്കാ. പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്നിരുന്ന് ഫുൾ നെഗറ്റീവ് അടിച്ചോളൂ. ഈ റിവ്യൂ നോക്കി പടത്തിനോട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ റിവ്യൂ നോക്കി പറയുന്നവരെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഈ റിവ്യൂ നോക്കി പടത്തിന് പോണ പരിപാടിയൊന്നും എനിക്കില്ലേ. ഞാൻ അല്ലാതെ പോയി പടം കാണും. എന്നാ നീ പോയി മലയിക്കോട്ടെ വാലിബൻ തന്നെ കാണും. പറഞ്ഞാൽ മനസ്സിലാത്തവ അനുഭവിച്ച് മനസ്സിലാക്കണം. അല്ല നീ അനിമൽ കാണാൻ പോയപ്പോ എന്നെ വിളിക്കാൻ ഞാൻ എന്താ? അന്ന് രാവിലെ ഫാൻ ഷോയുടെ ടിക്കറ്റ് ആയിട്ട് ആ കഞ്ചാവ് സുധീർ വീട്ടിൽ വന്നടേ. പിന്നെ ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് ഞാൻ അവനോട് അങ്ങ് പോയാളിയ. പിന്നെയാണ് മനസ്സിലായത് ഫ്രീ ടിക്കറ്റിന് പോയത് ഏറ്റവും വലിയ ഗുരുവായെന്ന്. എന്തു പറ്റി? ഇന്റർവെൽ ആയപ്പോ ഞാൻ അവനോട് പറഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ മാറ്റേണ്ട പാടാന്ന്. എന്റെ കൈ ചില്ലറ ഇല്ലാത്തോണ്ട് ഒരു 500 രൂപയും കൊടുത്തു വിട്ടടേ. ഈ വെടലയാണെങ്കിൽ തിയേറ്ററിന്റെ ഗേറ്റും ചാടി അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ടാ മട്ടൻ ബിരിയാണി മാറ്റോണ്ട് വന്നേക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തേടാ സുധീറായത്? അപ്പൊ അവൻ പറയണേ, അവൻ ആദ്യം ചെന്ന് കടയിൽ ചെന്ന് ചോദിച്ചത് അൽഫാമാണ്. അൽഫാം ഇല്ലാത്തോണ്ട് മട്ടൻ ബിരിയാണി മാറ്റോണ്ട് വന്നു. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ അവിടെ വെച്ച് എന്നെ എന്നെ തിന്നായിരിക്കാൻ പറ്റുമോ? അവിടെ വെച്ച് എന്നെ മൊത്തം തിന്ന് തീർന്നിട്ട് അവൻ പറയണേ 2ാമത് റൈസിന് എന്നാലും തരും, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ അളിയാന്ന്. ഞാൻ പറഞ്ഞേ എന്റെ പൊന്ന് സുധീറേ, നീ കഞ്ചാവ് എല്ലാം കൂടെ വലിച്ചിട്ട് എന്റെ തലയ്ക്കകത്ത് ആള് താമസം ഇല്ലായിരിക്കുന്നു. ദൈവത്തോർത്ത് ഇവിടെ ഇരുന്ന് ആ സിനിമ ഒന്ന് കാണാം. അവസാനം ഫ്രീ ടിക്കറ്റ് സിനിമയ്ക്ക് പോയിട്ടെ സിനിമയും കൊള്ളൂല്ല, കൂടെ വന്നതിന് ബുദ്ധിയും ഇല്ല, കൈയിരുന്ന പൈസയും പോയി. സംസാരിച്ചതിന് സമയം പോയത് അറിഞ്ഞില്ലേ? സിനിമ തുടങ്ങാൻ സമയമായി, വാ കയറ്. എന്റെ ടിക്കറ്റിന് പൈസ ഇല്ല കേട്ടാ. വേണ്ട, ടിക്കറ്റ് നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. നീ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് എനിക്ക് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തന്നാ മതി.